അനുജന്റെ മോളോ? അത് പറച്ചിലേ ഉള്ളൂ. എല്ലാ വർഷവും നവംബർ 16 തീയതി പറയുന്നൊരു വാക്കാണ്. ഇനി ആവർത്തിച്ചാൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്ന വാക്കേ പറയൂ, വേറൊന്നും പറയാറില്ല. അങ്ങനെ ഇതിലേക്ക് ഞാൻ കണ്ടിട്ടില്ല. അവർ പോകുന്നുമില്ല. പോയായിരുന്നെങ്കിൽ ഈ വിഷയത്തിനൊരു പരിഹാരം കാണാമായിരുന്നു. അവർ പോകുന്നില്ല. അത് കേരളത്തിലെ ജനങ്ങളെല്ലാം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പം മുരളി ജയനായിട്ടുള്ള വിഷയമല്ല, ജയൻ്റെ മകൻ മുരളി ജയനുള്ള വിഷയമല്ല. ഇപ്പം കേരളത്തിലെ ജനങ്ങളും അവരുടെ പ്രിയപ്പെട്ട നടൻ ജയേട്ടൻ്റെയും മകനായ മുരളി ജയൻ്റെ കാര്യം അവരാണിപ്പോൾ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ കാര്യം പിന്നെ സ്വന്തമായിട്ടൊരു നീതി ഇതിന് വേണമെന്ന് ആഗ്രഹിക്കുന്നു. എങ്ങനെ സ്വന്തമായിട്ടൊരു നീതി ഇതിന് ആവശ്യമല്ല? നീതി ഒരു പ്രശ്നത്തിൽ ഇടപെടുന്ന എല്ലാവർക്കും നീതി ആവശ്യമാണല്ലോ. നീതി ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമല്ലോ. അമ്മ പറഞ്ഞ ആളാണ് നമ്മുടെ അച്ഛൻ. അപ്പം എനിക്ക് നീതി ഉണ്ടല്ലോ, എനിക്കറിയാമല്ലോ. അമ്മ പറയുന്നതിനപ്പുറം ഇല്ല. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ജനങ്ങൾക്ക് ഇത് അത്യാവശ്യമായിട്ട് അറിഞ്ഞേ പറ്റൂ. അവരുടെ ജേട്ടൻ്റെ മകനെ ജനങ്ങൾക്ക് വേണം. അതുകൊണ്ട് വേണ്ടി അവർ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് ജനങ്ങളെല്ലാം ഒരു ഒറ്റക്കെട്ടായിട്ട് എന്നും വിളിക്കും. ലേഡീസ് വിളിക്കും, ജെൻസ് വിളിക്കും. ഇന്നും ഇപ്പം വിളിച്ചെന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, പൊതുജനം എന്ത് ചെയ്ത് തരണം മുരളിച്ചേട്ടന് പറയാൻ വേണ്ടി എൻ്റെ ഫോണിൽ റെക്കോർഡ് എടുക്കൊണ്ട് ഇന്നും വിളിച്ചിട്ടുണ്ട് പലരും. നിയമപരമായ താങ്കളെ ഇവർക്കെതിരെയുള്ള ഒരു നിയമപരമായ തെളിവുകൾ ഹാജരാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീക്ക് ഉൾപ്പെടെ പിന്മാറൂല എന്നാണ് ചോദിച്ചത്. ഇവിടെ ധൈര്യമായിട്ട് താങ്കൾക്ക് മുന്നോട്ട് പോകാൻ ഒരു പരാതി കൊടുക്കും എന്നൊക്കെയുള്ള പറയുന്നത്. അപ്പൊ അത് ഒരു നിയമപരമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോയില്ലേ? എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, അവരും കൂടി സഹകരിക്കണമല്ലോ. അറിവുള്ള വലിയ വലിയ വക്കീലന്മാരോട് ചോദിക്കുമ്പം അവർ ഹൈക്കോടതി വക്കീലന്മാരത്തൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് DNA എന്ന് പറയുമ്പോൾ 2 വ്യക്തികൾ തമ്മിൽ എടുക്കേണ്ട സാധനമാണ്. അത് ഒരാൾക്ക് മാത്രം ആഗ്രഹവും മറ്റാൾക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ വരണം. ഞാൻ ജയൻ്റെ മകനാണെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ജയൻ്റെ മകനാണ്. അല്ല എന്ന് പറയുന്നെങ്കിൽ അല്ല എന്ന് പറയുന്ന വ്യക്തി വേണം അത് തെളിയിക്കാൻ. ഇതിലാരാണ് ഇപ്പോൾ താങ്കളാണ് പറയുന്നതെങ്കിൽ താങ്കൾ വേണം അതിനെ തെളിയിക്കാൻ. കാര്യം താങ്കൾക്ക് അങ്ങനെ അറിയാം ഞാൻ ജയൻ്റെ മകനല്ല എന്ന്, അല്ലേ? അതിനാരും തയ്യാറാവുന്നില്ലല്ലോ. അവരാണ് പരാതി പോകേണ്ടത്, അവരാണ് തെളിയുക. അവരുടെ വല്യച്ഛൻ എന്ന് പറയുന്ന വ്യക്തി, ശ്രീ ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ജീവിച്ചിട്ടുള്ള ആ മനുഷ്യൻ, എൻ്റെ അച്ഛൻ ശ്രീ ജയൻ ജോലി ചെയ്ത് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഒരു നേരത്തെ ആഹാരമെങ്കിലും കഴിച്ചിട്ടുണ്ടോ എൻ്റെ അച്ഛൻ്റെ അനുജൻ സോമൻ നായരുടെ മക്കൾ കുടുംബവും കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്ദിക്ക് വേണ്ടി ഞാൻ കള്ളനാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുള്ളതാണ്. പക്ഷെ അവർ തയ്യാറാവുന്നില്ല. അങ്ങനെ ഒരു കേസ് കൊടുക്കുമെന്ന് പറയുന്നില്ലല്ലോ. നിയമ നടപടി സ്വീകരിക്കും. നിയമം നടപടി എന്തോ കേസല്ലല്ലോ. ഒന്നും പറയാൻ ചെയ്യുന്നില്ല. അവർ ചെയ്യത്തില്ല. ചെയ്താലും ഇവരും അറിയും. ജയൻ്റെ മകൻ പ്രത്യക്ഷത്തിൽ വരും. രഘുറാം എന്ന് പറഞ്ഞ സിനിമ എന്നെ വെച്ച് മുരളി ജയനെ വെച്ച് അഭിനയിപ്പിച്ചത് കൊണ്ട് ആ സിനിമ റിലീസ് ചെയ്യാൻ ആദിത്യൻ എന്ന സീരിയൽ നടൻ സമ്മതിക്കില്ല. കോടതിയിൽ കേസിന് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും പോകും. ഡയറക്ടർ സൈനു ചാവക്കാടനെതിരെ കേസ് കോടതിയിൽ കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ നാട്ടിലും കേരളം മൊത്തം ഇന്ത്യയിൽ ലോക മലയാളീസ് മുഴുവൻ ഭയങ്കര സപ്പോർട്ടാണ്. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ എന്നും വിളിക്കും ആൾക്കാർ. ഞാൻ വൈഫ് 2 മക്കള്. മോള് ഡിഗ്രി കഴിഞ്ഞ് അഭിരാമി, പിന്നെ മോൻ്റെ പേര് അപ്പൂപ്പൻ്റെ പേരാണ്, അച്ഛൻ്റെ പേരാണ് കൃഷ്ണൻ. സുഖമായിട്ട് ജീവിക്കുന്ന നമ്മൾ കുഴപ്പമില്ല. കൊച്ചു ഫാമിലിയാണ്. പ്രോജക്റ്റ് നമ്മൾ വന്നിട്ടില്ല. ഇപ്പോൾ ഓരോ സിനിമയൊക്കെ റിലീസായി. പിന്നെ അതിനകത്ത് നമ്മുടെ വേഷം ഇഷ്ടപ്പെടുമ്പോഴായിരിക്കുമല്ലോ മറ്റ് സിനിമക്കാർ നമ്മളെ ക്ഷണിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അതെ. ഇതിന് ശേഷം നമുക്കറിയാം. നമ്മൾ അകത്ത് മെയിൻ സിനിമയ്ക്കകത്ത് ബാലങ്കൻ നായർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇന്നറിയാം അകത്താണോ പുറത്താണോ എന്ന്. അതുപോലെ രഘുറാമ ഇറങ്ങുമ്പോൾ അറിയാം മുരളി ജയൻ അകത്താണോ പുറത്താണോ എന്ന്. ബാലങ്കൻ നായർ സാറിൻ്റെ ഭയങ്കര ഡയലോഗ് അത്. അവർ പോലീസുകാരൊക്കെ എനിക്കെതിരെ ഒരുപാട് കള്ള വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ചെയ്യാത്ത വീഡിയോസ് ഞാൻ ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഒരുപാട് എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. നമുക്ക് പീഡനമൊന്നും ദേഷ്യമൊന്നുമില്ല. മീൻസ് എന്താ നാണക്കെട്ടിട്ട് നമുക്ക് തോന്നുന്നില്ല. കാര്യം ജയൻ്റെ മകൻ ആയതുകൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്യുന്നത്. ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പല ഉടായ്പ പരിപാടികളും അവർ ചെയ്യുന്നുണ്ട്. ഒരുപാട് പരാതി എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ ഓരോ ട്രോൾ വീഡിയോ ഉണ്ടാക്കുന്നു. അവർ തന്നെ അത് കൊണ്ടുപോയി പോലീസിനെ കൊണ്ട് കാണിക്കുന്നു. പോലീസുകാരെ വിളിക്കുന്നു. ഇതൊന്നും അറിയാത്ത പോലീസുകാർ എന്നെ വിളിച്ച് ഒരുമാതിരി മോശമായിട്ട് സംസാരിക്കുന്നു ചില പോലീസുകാർ. എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നോക്കി എന്ത് അപ്പം എന്നിട്ട് എന്നെ കൊണ്ട് എവിടെ എഴുതി ഒപ്പിടിപ്പിക്കും. ഇനി മേലെ ഇങ്ങനെയൊന്നും പറയത്തില്ല, ഇങ്ങനെയൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഒപ്പിടിപ്പിക്കും. ഞാനങ്ങ് ഒപ്പിട്ട് കൊടുക്കും. കാര്യം നമ്മുടെ അച്ഛൻ്റെ വീട്ടുകാരുടെ ആഗ്രഹമില്ലേ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എന്ത് വിഷയം ഞാൻ വരാം, എന്നെ ഇങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവർക്കെതിരെ ഇന്നോലെ അനാവശ്യം പറഞ്ഞ ഒരു വീഡിയോ ഇറക്കി. ഞാൻ നോക്കട്ടെ, ഞാൻ ചെയ്യാത്ത വീഡിയോ
ഞാൻ പറയും നിങ്ങൾ എന്തൊരു മര്യാദയാണ് കാണിക്കുന്നത്, ഞാൻ ചെയ്യാത്ത വീഡിയോ ഇല്ല ഇത്, ഇതിനകത്ത് എൻ്റെ പേരുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനലുകാരനെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എൻ്റെ മുമ്പ് വെച്ച് ഞാനാണ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ അനാവശ്യമായ മനഃപൂർവ്വം എന്നെ ഇങ്ങനെയായിട്ട് ഇതാക്കുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവർ ബബ്ബ അടിക്കും. അവർ നിയമപരമായിട്ട് കേസ് എന്തെങ്കിലും ഫയൽ ചെയ്തു? അവരൊന്നിനും ഫയൽ ചെയ്തിട്ടില്ല, ഒന്നിനും പോത്തുമില്ല, അവർക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. DNA ടെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നല്ല എവിടെ മുങ്ങുക അവർ. ഇനി കേരളത്തിൽ അവരുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അവരെന്നെ തപ്പി നോക്കണം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. കാണുന്നില്ല, ഒന്നിനും ഇപ്പോൾ കാണുന്നില്ല. ഇപ്പം നമ്മുടെ രഘുറാം എന്ന സിനിമയുടെ ഇവിടുത്തെ പത്രസമ്മേളനവും പിന്നെ നമ്മുടെ ജൂനിയേഴ്സ് ജേണി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോയും കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശത്രുക്കളെ കുറിച്ച് ഒരു അറിവില്ല. അവരെവിടെ എങ്ങനെ എന്തോന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഞാൻ ഒരു 2 പാട്ടൊക്കെ പാടി ഇത് ചെയ്തല്ല. അതിനുശേഷം ഒരൊറ്റ ശത്രുക്കൾ പോലും എനിക്കെതിരെ വീഡിയോ ഇടുന്നില്ല. എല്ലാവരും നമ്മളീ കണ്ടം വഴി ഓടി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഉള്ളൂ, ഇല്ലേ? നമ്മൾ കേട്ടുള്ളൂ, കൊച്ചിനെ കണ്ടം വഴി അവൾ ഓടി എന്ന് പറയും. പക്ഷെ കണ്ടം വഴി ഓടി, ഒന്നിനെ കുറിച്ച് ഒരു അറിവില്ല. ഭയങ്കരമാണ് ഭയങ്കര സപ്പോർട്ട്. ജയൻ സാറിന്റെ മകൻ പോകുന്നു, മുരളി ജയൻ പോകുന്നു, മുരളി പോകുന്നു, അല്ല ജയേട്ടൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര സ്നേഹമാണ്. എവിടെ ചെന്നാലും സ്നേഹം. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമില്ല. അതിന്റെ മാറ്റം കൊണ്ടല്ല, ഇച്ചിരി സന്തോഷം കൊണ്ട് മുഖമൊക്കെ തെളിഞ്ഞ് ഗ്ലാമർ ആയില്ലേ. കാര്യം എവിടെ ചെന്നാലും ജനങ്ങളുടെ ആദരവുണ്ട്. ട്രെയിനിൽ പോയാലും ബസ്സിൽ പോയാലും നടന്നു പോയാലും എവിടെ ചെന്നാലും ജയൻ സാറിന്റെ മോൻ എന്ന് പറഞ്ഞ് മുരളി ജയൻ എന്ന നിലയിലും എന്നെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഭയങ്കരമായിട്ട് കോസ്റ്റ്യൂമൊക്കെ മാറുന്നുണ്ട്. അതെ, അതെല്ലാം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളാണ് ഞാൻ ഈ ലെവലിൽ വരെ എത്തിയത്. അതിൽ നന്ദി പറയേണ്ടത് നമ്മുടെ GM മനു സാറ്, പ്രൊട്ടക്ടർ സിനിമയുടെ ഡയറക്ടർ, പിന്നെ നമ്മുടെ ഇപ്പം രഘുറാം സിനിമയുടെ ഡയറക്ടർ സൈനു ചാവക്കാട്, പിന്നെ ജൂനിയേഴ്സ് ജേണി എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവ് സുനിൽ അരവിന്ദൻ. അവരുടെയൊക്കെ സപ്പോർട്ടാണ് ഇന്ന് ഈ നിൽക്കുന്ന വേഷത്തിലേക്ക് ഞാൻ വരാനുള്ള കാരണം. അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സിനിമയിലേക്ക് ചേട്ടനെ ഇങ്ങോട്ട് കൈപിടിച്ച് കൊണ്ടുവരാൻ ഈ സിനിമയിലായിരുന്നു സുനിൽ അരവിന്ദും. ഈ സിനിമ വർക്ക് ചെയ്തതല്ല, അല്ലാതെ പുറത്തുനിന്ന് മലയാള സിനിമയിലൊക്കെ ആയിട്ട്? അല്ലല്ല, മലയാള സിനിമയിൽ ആരും എന്നെ ഒന്ന് കാണുകയോ നമ്മുടെ അച്ഛൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരൊക്കെ ജീവിച്ചിട്ടുണ്ട്. അവരാരും എന്നെ കാണാൻ ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിലായിട്ട് അങ്ങനെ ഒരു വേഷമൊന്നും തോന്നിട്ടില്ല? ഇല്ലല്ല, ആരും അങ്ങനെ ഒരു വിഷമം കണ്ടില്ല. അല്ല, അങ്ങനെ അവരുമായിട്ട് സംസാരിക്കാൻ പോയിട്ടുമില്ല, സാഹചര്യം കിട്ടിയിട്ടുമില്ല. ഞാൻ അങ്ങനെ ആരെങ്കിലും ആർട്ടിസ്റ്റിനെ കണ്ടാൽ ഞാൻ ചെല്ലാറുമില്ല. കാര്യം അവരുടെ രീതി എന്താ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് പരിചയമുള്ള ആർത്തില്ലേ അങ്ങോട്ട്. ചിലപ്പോൾ എന്തെങ്കിലും ദേഷിച്ച് നമുക്കതൊരു മാനസികമായിട്ട് വിഷമം വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ആർക്കും പോയി നിന്നിട്ടില്ല, പരിചയപ്പെടാനൊന്നും പോയിട്ടില്ല.